ശ്രീമന്നാരായണീയം ദശകം 25 നരസിംഹാവതാരം ശ്ലോകം 5. അഗജാനന പത്മാർക്കം ഗജാനന മഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം ഭാരതേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. നൂനം വിഷ്ണുരയം നിഖമ്യമുമിതി ഭ്രാമ്യദ്ഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധൃതാദോർഭ്യാം പൃഥുഭ്യാമമും വീരോ നിർഗളിതോധ ഖഡ്ഗഫലകൗ ഗൃഹ്ണൽ വിചിത്രശ്രമാൻ വ്യാവൃണ്വൽ പുനരാപപാദ ഭുവനഗ്രാസോദ്യതം ത്വാമഹോ. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ ആ നരസിംഹമൂർത്തിയുടെ രൂപം ഒന്നുകൂടി വ്യക്തമായിട്ട് കണ്ടു. കീഴ്ത്താടി, താഴെയുള്ള കവിളിൻ്റെ ഭാഗം മുകളിലേക്ക് വലിഞ്ഞു മുറുകി ചുളിവുകളോടുകൂടി നീളം കുറഞ്ഞ് തടിച്ച കഴുത്തോടുകൂടി കൈകളിൽ അനേകം കൈകൾ ഉണ്ട്. ആ കൈകളിലെ നഖങ്ങളിൽ നിന്നെല്ലാം പുറത്തേക്ക് വരുന്ന ആ അത്യുഗ്രമായ രശ്മികളോടുകൂടി ആകാശം മുട്ടി നിൽക്കുന്ന ആ രൂപം, ഇടിമുഴക്കത്തിന് തുല്യമായിട്ടുള്ള ഗർജനങ്ങൾ, ആ ഗർജനങ്ങൾ കൊണ്ട് തന്നെ എതിരാളിക്കൂട്ടത്തെ മുഴുവനും ആട്ടി ഓടിക്കുന്നതായ ആ ഭഗവാന്റെ നരസിംഹാകാരമായിട്ടുള്ള ആ ശരീരത്തെ, ആ രൂപത്തെ ഞാൻ വന്ദിക്കുന്നു എന്ന് മേൽപ്പത്തൂര് പറഞ്ഞു. ഇനി അയം വിഷ്ണു നൂനം. അയം ഇവൻ വിഷ്ണു തന്നെ ആയിരിക്കണം. വിഷ്ണു നൂനം, ഇവൻ വിഷ്ണു തന്നെ ആയിരിക്കണം. ഹിരണ്യകശിപു ചിന്തിക്കുകയാണ് അപ്പൻ ഈ രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ, ഇവൻ വിഷ്ണു തന്നെ ആയിരിക്കണം. അമും നിഹന്മി എന്ന് പറഞ്ഞാല് ഞാൻ ഇവനെ കൊന്നേ ഇരിക്കുള്ളൂ. ഇതി എന്ന് തീരുമാനിച്ചുകൊണ്ട്, മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ആ നരസിംഹ രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ ഹിരണ്യകശിപു ചിന്തിക്കുകയാണ്, ഇവൻ മഹാവിഷ്ണു തന്നെ ആയിരിക്കണം, എന്തായാലും ഞാൻ ഇവിടെ ഇവനെ കൊന്നേ ഇരിക്കുള്ളൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് ഭ്രാമ്യത് ഗദാഭീഷണം. ഗദ ഇവിടെ ചുഴറ്റിക്കൊണ്ട്, ഭ്രാമ്യ ചുഴറ്റിക്കൊണ്ട്, ഭീഷണം ഭയങ്കരനായി, സമുപാദ്രവന്തം ഓടി അണയുന്ന അമും ആ അസുര രാജാവിനെ, ആ ഹിരണ്യകശിപുവിനെ, ദൈത്യേന്ദ്രം, അമും ദൈത്യേന്ദ്രം, ആ ഹിരണ്യകശിപുവിനെ പ്രതുഭ്യാം ദോർഭ്യാം അധൃത, രണ്ട് തടിച്ച തൻ്റെ ആ രണ്ട് കൈകളെ കൊണ്ടും ഭഗവാൻ കടന്നു പിടിച്ചു. അധൃത കടന്നു പിടിച്ചു. പ്രതുഭ്യാം ദോർഭ്യാം, ആ തടിച്ച തൻ്റെ രണ്ട് കൈകളും കൊണ്ട് ഭഗവാൻ അധൃത കടന്നു പിടിച്ചു ഈ ഹിരണ്യകശിപുവിനെ. അപ്പൊ ഹിരണ്യകശിപു എന്താണ് ചെയ്തത്? വീരനായ അവൻ, മിടുക്കനായ അവൻ നിർഗളിത കുതറി ആ പിടി വിടുവിച്ചു. എന്നിട്ട് ഖഡ്ഗഫലകൗ ഗൃഹ്ണൻ, വാളും ഖഡ്ഗം, വാള്, ഫലകം പരിച, അപ്പൊ വാളും പരിചയും ഗൃഹ്ണൻ എടുത്ത് വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ, വിചിത്രശ്രമാൻ അതായത് പല അടവുകൾ കാട്ടാൻ തുടങ്ങി അവിടെ. വ്യാവൃണ്വൻ കാണിച്ചിട്ട്, പല അടവുകളും കാണിച്ചിട്ട്, ഭുവനഗ്രാസ ഉദ്യതം, ലോകമായ ലോകമൊക്കെ, അതായത് ഭുവനം എന്ന് പറഞ്ഞപ്പോൾ 14 ലോകവും, ആ ലോകമൊക്കെ ഗ്രാസ എന്ന് പറഞ്ഞാൽ വിഴുങ്ങാൻ, ഉദ്യതം ഉദ്യമിക്കുന്ന, ഒരുങ്ങിയ,
ലോകം മുഴുവനും പിടിച്ചു വിഴുങ്ങുവാനായിട്ട് ഒരുങ്ങിയ ത്വാം അങ്ങയുടെ നേരെ ത്വാം പുന ആപപാത പിന്നെയും ചാടി വീണു, അല്ലെങ്കിൽ ചാടി വന്നു. അഹോ ആശ്ചര്യം. അപ്പൊ ഇവിടെ ഹിരണ്യകശിപു ഈ നരസിംഹ രൂപത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിൽ കരുതി, ഇവൻ വിഷ്ണു തന്നെയായിരിക്കും, ഇവനെ ഞാൻ കൊന്നിട്ടേ ഉള്ളൂ ഇനി ഒരു കാര്യം. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് തൻ്റെ കയ്യിൽ ആ ഗദ അങ്ങോട്ട് എടുത്തിട്ട് അത് ചുഴറ്റിക്കൊണ്ട് അങ്ങോട്ട് ഓടി വന്നു. അങ്ങനെ ഓടി വന്നപ്പോൾ ഹിരണ്യകശിപുവിനെ ഭഗവാൻ തൻ്റെ ആ തടിച്ച 2 കൈകൾ കൊണ്ട് അങ്ങോട്ട് കടന്നു പിടിച്ചു. ഹിരണ്യകശിപു കുതറി മാറി പിടിവിടുവിച്ച് ചാടി, എന്നിട്ട് വാളും പരിചയം എടുത്തുകൊണ്ട് പല അടവുകൾ കാട്ടാൻ തുടങ്ങി ഭഗവാന്റെ മുമ്പിൽ. എങ്ങനെയുള്ള ഭഗവാന്റെ മുമ്പിൽ? ലോകമായ ലോകമൊക്കെ പിടിച്ചു വിഴുങ്ങാൻ ഒരുങ്ങി നിൽക്കുന്ന ആ നരസിംഹമൂർത്തിയുടെ മുൻപിലാണ് ഈ ഹിരണ്യകശിപു തൻ്റെ അടവുകളെല്ലാം പയറ്റുന്നത്. അങ്ങനെ ആ അടവുകളെല്ലാം പയറ്റിക്കൊണ്ട് പിന്നെയും ഭഗവാന്റെ നേരെ ചാടി വന്നു. എന്തൊരത്ഭുതം! അഹോ എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഹിരണ്യകശിപുവിൻ്റെ അഹങ്കാരവും ബുദ്ധിയില്ലായ്മയും, ആരുടെ മുമ്പിലാണ് താനീ വന്ന് നിൽക്കുന്നത്, ആരോടാണ് എതിരിടാൻ വരുന്നത് എന്ന് ചിന്തിക്കാതെയുള്ള ആ വരവ്, അതിനെക്കുറിച്ച് ഇവിടെ മേൽപ്പത്തൂർ പറയാണ്. എന്തൊരത്ഭുതം! സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.